Good evening to all. Calicut University 5th Sem Bcom Co Operation സ്പെഷ്യലൈസേഷൻ പേപ്പർ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സിലെ 6th ചാപ്റ്റർ എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 5 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനലിൽ ഓൾറെഡി നമ്മൾ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, ഇൻകം ടാക്സ്, പിന്നെ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസ്, ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് ഓൾറെഡി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കുക. ഓക്കെ. എനിവേ, ചാപ്റ്റർ 6 എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ. ഈ എൻക്വയറി എന്ന് പറയുമ്പോൾ എന്താ മീനിങ് വരുന്നത്? അന്വേഷണം. ഓക്കെ. ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ പരിശോധന. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അന്വേഷണങ്ങളും പരിശോധനയും, അതാണ് ഈ ഒരു ചാപ്റ്റർ 6 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാരാണ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ അത് ആരെക്കൊണ്ടാണ് ചെയ്യിക്കുന്നത്, അവർക്കുണ്ടാവുന്ന പവർ എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷനൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ മസ്റ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ 2 പാർട്ടാണ് വരുന്നത്, എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ. അപ്പോൾ എൻക്വയറി ആദ്യം എന്താണെന്ന് പഠിക്കണം, അത് കഴിഞ്ഞിട്ടാണ് ഇൻസ്പെക്ഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എന്താ എൻക്വയറി നോക്കാം. ആൻഡ് എൻക്വയറി ഈസ് ഹെൽഡ് ബൈ ദി രജിസ്ട്രാർ ടു എൻക്വയർ ഇൻ ടു the constitution, working and financial condition of a society. ഓക്കെ. ഒരു സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷനെ കുറിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്കിങ്ങിനെ കുറിച്ചിട്ട്, അല്ല അവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്തൊക്കെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു അന്വേഷണം, അതാണ് ഈ എൻക്വയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാരാ നടത്തുന്നത്? രജിസ്ട്രാറാണ്. ഓക്കെ. An enquiry is held by the registrar to enquire into the constitution, working and financial condition of a society. ഓക്കെ. അപ്പോൾ അത്ര വരെയെങ്കിലും നിങ്ങൾ ഈ എൻക്വയറി, വാട്ട് ഈസ് എൻക്വയറി എന്ന് ചോദിച്ചാൽ എഴുതിയിരിക്കണം. ഓക്കെ. പിന്നെ ഈ എൻക്വയറി നടക്കുന്ന ചില അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ടാണ് എൻക്വയറി നടക്കുന്നത്, അതായത് പെട്ടെന്നൊരു ദിവസം രജിസ്ട്രാർക്ക് തോന്നുമായിരിക്കാം ചിലപ്പോൾ, അതല്ലെങ്കിൽ അത് മാത്രമായിരിക്കില്ല, വേറെ എന്തെങ്കിലും മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ടൊക്കെ നമുക്ക് എൻക്വയറി നടത്താമെന്ന് രജിസ്ട്രാർക്ക് തോന്നാം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ദ ഫോളോയിങ് സർക്കുംസ്റ്റൻസ്. ഓക്കെ. ദ എൻക്വയറി ഈസ് ഓർഡേഡ് അറ്റ് ദി ഫോളോയിങ് സർക്കുംസ്റ്റൻസ്. അതായത് ഒരു രജിസ്ട്രാർ ഓക്കെ നമുക്ക് ഒരു എൻക്വയറി നടത്താം ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണം. അപ്പോൾ ആരൊക്കെയാണ് പറയേണ്ടത്, ആരുടെ റിപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു 6 പോയിൻ്റാണ് നമുക്ക് മേ ബി 3 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരുമല്ലോ, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിലൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് രജിസ്ട്രാർ ഓൺ ഹിസ് ഓൺ റെക്കോർഡ്. അതായത് അയാൾക്ക് സ്വമേധയാ തോന്നുകയാണ്, ഒരു രജിസ്ട്രാർക്ക് സ്വമേധയാ തോന്നുകയാണ്, അല്ലെങ്കിൽ റെക്കോർഡൊക്കെ വെച്ച് ഒരു ഇതിൽ അയാൾക്ക് തോന്നുകയാണ് എന്ത്, ഓക്കെ അവർക്ക് അവിടെ എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് എന്തൊക്കെയോ റെക്കോർഡൊക്കെ നോക്കിയപ്പോൾ തോന്നി, സോ നമുക്കൊരു എൻക്വയറി നടത്താം. ഓക്കെ. അതാണ് രജിസ്ട്രാർ ഓൺ ഹിസ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്നത്. പിന്നെ ഓൺ ആൻ എൻക്വയറി റിപ്പോർട്ട് ഓഫ് ദി വിജിലൻസ് ഓഫീസർ. അതായത് വിജിലൻസ് ഓഫീസർ നടത്തിയ ഒരു റിപ്പോർട്ട് പ്രകാരം നമുക്കൊരു എൻക്വയറി നടത്താമെന്ന് തോന്നാം, വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം. ഓക്കെ. പിന്നെ ഓൺ ആൻ റിപ്പോർട്ട് ഓഫ് ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അതായത് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഡയറക്ടർ പ്രകാരം, അയാളുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് എന്ത് നടത്താം, ഒരു എൻക്വയറി നടത്താമെന്ന് രജിസ്ട്രാർക്ക് തോന്നാം. പിന്നെ ഓൺ ആൻ ആപ്ലിക്കേഷൻ ബൈ മെജോറിറ്റി ഓഫ് ദി കമ്മിറ്റി മെമ്പേഴ്സ്. അതായത് ആ ഒരു സൊസൈറ്റിയിലെ ഉള്ള മെമ്പേഴ്സ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ് തന്നെ പറയുകയാണ്, അല്ലെങ്കിൽ അവരൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്, ഒരു എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട്. അപ്പോഴും രജിസ്ട്രാർ എൻക്വയറിക്ക് വേണ്ടി ഓർഡർ ഇടാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ആപ്ലിക്കേഷൻ ബൈ ദി അപെക്സ് സൊസൈറ്റി ഓർ ഫിനാൻസിങ് ബാങ്ക്. അതായത് ഒരു ഫിനാൻസിങ് ബാങ്കോ അല്ലെങ്കിൽ ഒരു അപെക്സ് സൊസൈറ്റി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, അവിടെ ഒരു സൊസൈറ്റിയിൽ ഒരു എൻക്വയറി വേണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. പിന്നെ ഓൺ ആൻ ആപ്ലിക്കേഷൻ ഓഫ് ദി അഫിലിയേറ്റഡ് സൊസൈറ്റി. ഇപ്പോൾ മറ്റൊരു അഫിലിയേറ്റഡ് സൊസൈറ്റി പറയുകയാണ് എന്ത്, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, ഒരു എൻക്വയറി വേണം. ഓക്കെ. അപ്പോഴും ഒരു രജിസ്ട്രാർക്ക് എന്തിനു ഓർഡർ ഇടാം, ഒരു എൻക്വയറി നടത്താൻ വേണ്ടി ഓർഡർ ഇടാം. അപ്പോൾ എൻക്വയറി എന്താണെന്നും പഠിച്ചു വെക്കുക. ദ എൻക്വയറി ഈസ് ഓർഡർഡ് അറ്റ് ദി ഫോളോയിങ് സർക്കുംസ്റ്റൻസ്, അതും പഠിച്ചു വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ എൻക്വയറി ഹെൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ എൻക്വയറി നടത്തുന്നത് ആരാണ്, രജിസ്ട്രാറാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ. മേ ബി രജിസ്ട്രാർ ആയിരിക്കാം, അല്ലെങ്കിൽ രജിസ്ട്രാർ ഒരു ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ.
ഇപ്പോൾ രജിസ്ട്രാർ പറയാണ് രജിസ്ട്രാർ മറ്റൊരാളെ ചാർജ് ചെയ്യാം. രജിസ്ട്രാർക്ക് മേ ബി വേറെ വല്ല കേസൊക്കെ ഉണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് രജിസ്ട്രാർ മേ ബി വേറെ ആരെങ്കിലും അതിനെ അപ്പോയിൻറ്റ് ചെയ്യാം, നിങ്ങൾ എൻക്വയറി നടത്തൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിന് രജിസ്ട്രാറിൻ്റെ അതേ പൊസിഷൻ തന്നെയായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കുന്ന പവേഴ്സ്, അതായത് രജിസ്ട്രാർക്ക് ഉണ്ടായിരിക്കുന്ന പവർ. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. സബ്സെക്ഷൻ 2 lays down that the registrar or a person authorized by him shall have the following powers for the purpose of inquiry. അതായത് ഒരു എൻക്വയറി രജിസ്ട്രാർ നടത്തുമ്പോൾ രജിസ്ട്രാർക്ക് ഉണ്ടാവുന്ന പവറുകളാണ്. രജിസ്ട്രാർക്ക് ഉണ്ടാവുന്ന പവറുകൾ എന്ന് പറയുമ്പോൾ രജിസ്ട്രാർക്ക് ഇന്ന കാര്യങ്ങൾ അവിടെ ചെയ്യാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. അല്ലെങ്കിൽ അവർ ഓർഡർ ഇടുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ അതാണ് ഈ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹി ഷാൾ ഹാവ് ഫ്രീ ആക്സസ് ടു ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, സെക്യൂരിറ്റീസ്, ക്യാഷ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ബിലോങ്ങിങ് ടു ഓർ അണ്ടർ ദി കസ്റ്റഡി ഓഫ് ദി സൊസൈറ്റി. അതായത് സൊസൈറ്റി കൈവശം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയുടെ തന്നെ സ്വന്തം ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, സെക്യൂരിറ്റീസ്, ക്യാഷ് അല്ലെങ്കിൽ അതർ പ്രോപ്പർട്ടീസ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള അവകാശം, ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള അവകാശം, അതാണ് ഫസ്റ്റത്തെ പറയുന്നത് കേട്ടോ. ഹി ഷാൾ ഹാവ് ഫ്രീ ആക്സസ് ടു ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, സെക്യൂരിറ്റീസ്, ക്യാഷ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ബിലോങ്ങിങ് ടു ഓർ അണ്ടർ ദി കസ്റ്റഡി ഓഫ് ദി സൊസൈറ്റി. ഒന്നുകിൽ മേ ബി അത് സൊസൈറ്റിയുടെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് സൊസൈറ്റി കൈവശം വെച്ചിരിക്കുന്നതായിരിക്കാം. ഓക്കെ, പിന്നെ ഹി മേ സമ്മോൺ ദി പേഴ്സൺ ഇൻ പൊസിഷൻ ഓഫ് ഓർ റെസ്പോൺസിബിൾ ഫോർ ദി കസ്റ്റഡി ഓഫ് ദി എബൌവ് തിങ്സ്. അതായത് ഇതുമായിട്ട് അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ വിളിച്ച് വരുത്താനുള്ള അവകാശവും എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സെക്രട്ടറി പ്രസിഡൻറ്റും ആണെങ്കിൽ നിങ്ങൾ വരണം, അങ്ങനെ ഓർഡർ ഇടാനുള്ള ഒരു അവകാശം, വിളിച്ച് വരുത്താനുള്ള അവകാശം, അതുപോലെ തന്നെ മേൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൈവശം വെക്കാൻ, അതാണ് പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റഡി ഓഫ് ദി എബൌവ് തിങ്സ് എന്ന് പറഞ്ഞാൽ അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, സെക്യൂരിറ്റീസ്, ക്യാഷ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ഒക്കെ കൈവശം വെക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ രജിസ്ട്രാർക്കും അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണും ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത് പറയുന്നതാണ് ദ എൻക്വയറി ഓഫീസർ മേ ഹിംസെൽഫ് കോൾ എ ജനറൽ ബോഡി ഓർ ആസ് ദി പ്രസിഡന്റ് ഓർ സെക്രട്ടറി ടു കൺവെൻ എ ജനറൽ ബോഡി മീറ്റിംഗ് റെസ്പെക്റ്റീവ് ഓഫ് ദി പ്രൊവിഷൻസ് ഇൻ ദി ബൈലോ. അതായത് ഒന്നൊക്കെ രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ ആ രജിസ്ട്രാർ ഓതറൈസ് ചെയ്തിട്ടുള്ള ആ ഒരു പേഴ്സണ് ജനറൽ ബോഡി മീറ്റിംഗ് വെക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബൈലോയിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതുമായിട്ട് ആ ഒരു ബന്ധപ്പെട്ടുള്ള ജനറൽ ബോഡി മീറ്റിംഗ് തന്നെയായിരിക്കും അത്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ബൈലോയിൽ ഇത്ര ജനറൽ ബോഡി മീറ്റിംഗ് വെക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നമ്മളിപ്പോൾ ഈ രജിസ്ട്രാർ വെക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ വെക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, അതാണ് പവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഈ പവേഴ്സ് ഇനി സബ്സെക്ഷൻ 3 പറയുന്നതാണ്. Insist that the result of the enquiry should be communicated to the circle, cooperative union and the financing bank of the area. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി അവിടെ ഒരു എൻക്വയറി നടത്തി നമ്മുടെ രജിസ്ട്രാർ. അപ്പം അങ്ങനെ രജിസ്ട്രാർ ഒരു എൻക്വയറി നടത്തുമ്പോൾ ഓഫ് കോഴ്സ് അതൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് എന്ന് പറയുന്നത് മേ ബി അവിടെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, മേ ബി സംഭവിച്ചിട്ടില്ലായിരിക്കാം, രണ്ടും ആവാം, നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആവാം. എനിവേ എന്താണെങ്കിലും അത് നമ്മൾ സർക്കിൾ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ അടുത്തും അതുപോലെ തന്നെ ഫിനാൻസിങ് ബാങ്കിൻ്റെ അടുത്തും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. The result of the enquiry should be communicated to the circle cooperative union and the financing bank of the area. Okay, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സബ്സെക്ഷൻ 4. Provide that when the enquiry made reveals only minor defects, the registrar may direct the society to take suitable action to rectify the defects within the specified time. അതായത് നമ്മളിപ്പോൾ എൻക്വയറി നടത്തി അവിടെ ചെറിയ മൈനർ ഡിഫക്ട്സ്, അതായത് ചെറിയ പ്രോബ്ലംസ് വല്ലതും ഉണ്ടെന്ന് രജിസ്ട്രാർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെ രജിസ്ട്രാർക്ക് തന്നെ ഡിസിഷൻസ് എടുക്കാനും, അപ്പോൾ ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ആ ഡിഫക്ട്സ് അവിടെ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, അവിടെ ഇനി അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കരുതെന്ന് പറഞ്ഞ് ആക്ഷൻ എടുക്കാനുള്ള
ഒരു അവകാശവും ആർക്കുണ്ട് എന്നാണ് പറയുന്നത്, നമ്മുടെ രജിസ്ട്രാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് സബ്സെക്ഷൻ 4 പറയുന്നത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ എൻക്വയറി എന്താണ്, എൻക്വയറി നടത്തുന്നത് രജിസ്ട്രാറും അതുപോലെ തന്നെ ഓതറൈസ്ഡ് പേഴ്സണും ആയിരിക്കും. ഓക്കെ, അതിൻ്റെ പവേഴ്സുമാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൊസീജിയർ ഓഫ് കണ്ടക്ട് ഓഫ് എൻക്വയറി, അതായത് ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് വെൻ ദ രജിസ്ട്രാർ മേക്ക് ഓർഡേഴ്സ് ഫോർ എൻക്വയറി ഇറ്റ് ഷാൾ കണ്ടെയ്ൻ എ സ്പെസിഫിക് പോയിന്റ് ഓഫ് എൻക്വയറി. ഓക്കെ, എ കോപ്പി ഓഫ് സച്ച് ഓർഡർ ഈസ് സെർവ്ഡ് ടു ദ പ്രസിഡന്റ് ഓർ സെക്രട്ടറി ഓഫ് ദി സൊസൈറ്റി. അപ്പം അങ്ങനെ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഓർഡറിൻ്റെ കോപ്പി നമ്മൾ എങ്ങോട്ട് ഷെയർ ചെയ്യണം? പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സൊസൈറ്റിക്ക് നമ്മളത് സെർവ് ചെയ്യണം. സെർവ് ചെയ്യുന്ന പറയുമ്പോൾ അയച്ചു കൊടുക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഓൺ റെസിപ്റ്റ് ഓഫ് ദി ഓർഡർ ഓഫ് എൻക്വയറി ദ പേഴ്സൺ ഓതറൈസ്ഡ് ടു കണ്ടക്ട് ദ എൻക്വയറി ഷാൾ പ്രൊസീഡ് ടു എക്സാമിൻ ദ റെലവൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ഇൻ ദ പൊസിഷൻ ഓഫ് ദി സൊസൈറ്റി ഓർ എനി ഓഫ് ഇറ്റ്സ് ഓഫീസേഴ്സ്, മെമ്പേഴ്സ് എക്സെട്ര. അതായത് അപ്പോൾ നമ്മളങ്ങനെ റിസിപ്റ്റ്സ് അയച്ചു കൊടുത്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ പ്രകാരമുള്ള എൻക്വയറി കണ്ടക്ട് ചെയ്യണം. അതായത് എൻക്വയറി കണ്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ ആ ഒരു സൊസൈറ്റിയായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ എന്തൊക്കെ ഐറ്റംസ് ആണോ അവിടെ ഉള്ളത്, ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യണം. ഓക്കെ, അതാണത് പറയുന്നത്. പിന്നെ ഹി വിൽ സബ്മിറ്റ് എ റിപ്പോർട്ട് കൺസേണിങ് ഓൾ ദി പോയിൻറ്റ്സ് ഓഫ് എൻക്വയറി. അപ്പോൾ അതായത് എന്നിട്ട് അവരെന്ത് ചെയ്യണം? ആ എൻക്വയറി നടത്തിയ ആൾ എന്തൊക്കെയാണോ എൻക്വയറി നടത്തിയത്, അതായത് എന്തൊക്കെയാണോ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കിയത്, ചെക്ക് ചെയ്തത്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തന്നെയുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇറ്റ് ഷാൾ കണ്ടെയ്ൻ ദ ലേറ്റസ്റ്റ് ബാലൻസ് ഷീറ്റ് ആൻഡ് ദ നെയിംസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി ആൻഡ് സെക്രട്ടറി. അപ്പോൾ അതിൽ ആ ഒരു നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ലാസ്റ്റ് ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ നെയിം ഓഫ് മെമ്പേഴ്സ്, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ്, കമ്മിറ്റിയിലെ മെമ്പേഴ്സും അതുപോലെ തന്നെ സെക്രട്ടറിയുടെ ഒക്കെ പേര് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കണം. ദ റിപ്പോർട്ട് ഷാൾ ഓൾസോ കണ്ടെയ്ൻ ഹിസ് ഫൈൻഡിങ്സ്. ഓക്കെ, അതാണ് അത്രയും പറയുന്നത്. ദ രജിസ്ട്രാർ ഷാൾ സച്ച് ഓർഡേഴ്സ് ആഫ്റ്റർ ഗിവിങ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ് ടു ദ സൊസൈറ്റി ഓർ പേഴ്സൺ കൺസേൺഡ്. അതായത് ഇങ്ങനെയൊരു ഓർഡർ പാസ്സാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആർക്കെതിരെയാണോ ആ ഒരു സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ആ ഒരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ, ആ വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. ആര് കേൾക്കണം? നമ്മളല്ല, രജിസ്ട്രാർ കേൾക്കണം. ദ രജിസ്ട്രാർ മേ കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട് ഓഫ് ദി എൻക്വയറി ടു ദ ഫിനാൻസിങ് ബാങ്ക് ആൻഡ് ദി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അങ്ങനെ എൻക്വയറി നടത്തി കഴിഞ്ഞാൽ രജിസ്ട്രാർ അത് ഫിനാൻസിങ് ബാങ്കുമായിട്ടും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് യൂണിയനുമായിട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ദ രജിസ്ട്രാർ മേ ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ദ എൻക്വയറി റിസൾട്ട് ടു ദ സൊസൈറ്റിയുമായിട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ എൻ്റെ സൊസൈറ്റിയാണ് അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ സൊസൈറ്റിയാണ് അവർ എൻക്വയറി നടത്തിയത് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് എൻ്റെ നാട്ടിലെ ആ ഒരു സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെയാണ് നടന്നിട്ടുള്ളത്, അവിടെ ഇത്രയൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് വേണമെന്നാണ് പറയുന്നത്. ഹി മേ ഓൾസോ ഡയറക്ട് ദ സൊസൈറ്റി ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ടു റെമഡി ദ ഡിഫക്ട്സ് ഓൺ ദി പാർട്ട് ഓഫ് ദി സൊസൈറ്റി. അതായത് അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടേക്ക് ഡിസിഷൻസ് എടുക്കണം. എന്നിട്ട് ചെറിയ വല്ല കുഴപ്പങ്ങളുമാണെന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള റെമഡി ദ ഡിഫക്ട്സ് ഓഫ് ദി പാർട്ട് ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, അത്രയാണ് നമുക്ക് പ്രൊസീജിയർ ഓഫ് കണ്ടക്ട് ഓഫ് ആൻ എൻക്വയറി പറയാനുള്ളത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക കേട്ടോ. ജസ്റ്റ് അല്ല, കുറച്ചധികം ഒന്ന് വായിച്ച് നോക്കുക. ഈ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. ഓക്കെ, സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ പരിശോധന. ഓക്കെ, അതായത് inspection of the books of accounts of a society may be made by the registrar or by his staff authorized by him periodically to see that the accounts and registers are kept up to date and in the proper form. അതായത് ഇൻസ്പെക്ഷൻ നടത്തുന്നത് മേ ബി ആരായിരിക്കാം? ഒന്നുകിൽ രജിസ്ട്രാർ ആയിരിക്കാം, അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കാം.
അപ്പോൾ അത് പീരിയോഡിക്കലി എന്ന് പറയുമ്പോൾ ആഴ്ചയിലോ അല്ലെങ്കിൽ മന്ത്ലിയോ അല്ലെങ്കിൽ വർഷത്തിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടത്തുകയാണെങ്കിൽ അവരുടെ റെക്കോർഡ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. അതായത് കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആയിരിക്കും. ഇന്നത്തെ ഇന്ന്, നാളത്തെ നാളെ കണ്ട് എല്ലാം ഉണ്ടായിരിക്കും അതിൽ. അതാണ് ഈ ഒരു സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ കൊണ്ടുള്ള മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതാണ് ഫസ്റ്റത്തെ പറയുന്നത്. പിന്നെ ഇത് സബ്സെക്ഷൻ 2 പറയുന്നതാണ്, provides that the registrar on his own accord or on the application of a creditor of the society may inspect or authorize any person to inspect by a specific order in writing. How every such inspection can be made only when there is a direct necessity for the same. In that case, the registrar may ask the creditor to deposit a sum as security for the cost of the proposed inspection. അതായത് മേ ബി രജിസ്ട്രാർ ഇങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നത് മേ ബി അയാളുടെ ഐഡിയ തന്നെ ആയിരിക്കാം, രജിസ്ട്രാർക്ക് തോന്നിയത് കൊണ്ട് നടത്താം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ക്രെഡിറ്റർ പറയുകയാണ് എന്ത് ഇൻസ്പെക്ഷൻ നടത്തണം എന്ന്, അത്രയും എന്താ പറയുക നിർബന്ധപൂർവം പറയുകയാണെങ്കിലാണ് രജിസ്ട്രാർ അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ നടത്തുക. അതല്ലാണ്ട് തോന്നിയവരെല്ലാം ഇൻസ്പെക്ഷൻ നടത്തണം എന്നൊന്നും പറഞ്ഞാലൊന്നും രജിസ്ട്രാർ നടത്തില്ല. രജിസ്ട്രാർക്ക് അത്രയും ബോധ്യപ്പെടണം ഇയാൾ എന്തുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ നടത്തണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ രജിസ്ട്രാർ മേ ബി ഓർഡർ ഇടും, ഈ ഒരു സൊസൈറ്റി നമുക്ക് ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ എൻക്വയറി നടത്തണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ റീഡ് ഔട്ട് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ അവർ നമ്മുടെ എൻക്വയറി നടത്തുകയാണെങ്കിൽ രജിസ്ട്രാർ പറഞ്ഞിട്ട് രജിസ്ട്രാർ അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ എൻക്വയറി നടത്തുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ചെലവും, ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റ് മുഴുവനും ആര് വഹിക്കണം എന്നാണ് പറയുന്നത്, നമ്മുടെ ക്രെഡിറ്റർ. ഓക്കെ, ക്രെഡിറ്റർ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ എൻക്വയറി നടത്തുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റർ ഡെപ്പോസിറ്റ് ചെയ്യണം ഏത് അക്കൗണ്ടിലോട്ട്, രജിസ്ട്രാർ മേ ആസ്ക് ദ ക്രെഡിറ്റർ ടു ഡെപ്പോസിറ്റ് എ സെക്യൂരിറ്റി ഫോർ ദി കോസ്റ്റ് ഓഫ് ദി പ്രപ്പോസ്ഡ് ഇൻസ്പെക്ഷൻ. ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എന്തിനു വേണ്ടിയിട്ടാണത്, നമ്മുടെ എൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തിയതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ് വഹിക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട്. ഓക്കെ, അതാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. ഇനി സബ്സെക്ഷൻ 3 പറയുന്നതാണ്, ദ റിസൾട്ട് ഓഫ് ദി ഇൻസ്പെക്ഷൻ ഈസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ക്രെഡിറ്റർ ഇഫ് ഇറ്റ് ഈസ് ദ ഡിസയർ ഓഫ് ദി ക്രെഡിറ്റർ. അതായത് ക്രെഡിറ്റർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയതെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇൻസ്പെക്ഷൻ നടത്തിയതെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ചെലവ് വഹിക്കേണ്ടത് ആരായിരിക്കും, അപ്പോൾ നമ്മുടെ ക്രെഡിറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു എൻക്വയറി നടക്കുമ്പോൾ ഓഫ് കോഴ്സ് അതിനൊരു റിസൾട്ട് കിട്ടുമല്ലോ, ആ റിസൾട്ട് നമ്മൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഈ പറഞ്ഞ ക്രെഡിറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് സബ്സെക്ഷൻ 3 പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ രജിസ്ട്രാർ ഓർ ഇതിന് സബ്സെക്ഷൻ 4 പറയുന്നതാണ്, ദ രജിസ്ട്രാർ ഓർ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഷാൾ ഹാവ് ദി ഫോളോയിങ് പവർ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പവർ തന്നെയാണ് അവർക്കുള്ളത്. അതായത് ഹി ഷാൾ ഹാവ് ഫുൾ ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ദ ഇൻസ്പെക്ടിംഗ് ഓഫീസർ മേ സമോൺ എനി പേഴ്സൺ ഹൂ ഈസ് ദി പൊസിഷൻ ഓഫ് സച്ച് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ്. ദി എംപ്ലോയീസ് ഓഫ് ദി സൊസൈറ്റി ആർ ബൗണ്ട് ടു അസിസ്റ്റ് സച്ച് ഇൻസ്പെക്ഷൻ. അതായത് എംപ്ലോയീസ്, അതായത് സൊസൈറ്റിയിലെ എംപ്ലോയീസ് എല്ലാവരും ഇതിനു വേണ്ടി അസിസ്റ്റ് ചെയ്യുന്നതാണ്, സഹകരിക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് കേട്ടോ, ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൽ സബ്മിഷൻ ഓഫ് റിട്ടേൺ ടു ദി രജിസ്ട്രാർ ആണ്. ഓക്കെ, അതായത് എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഫയൽ റിട്ടേൺസ് വിത്തിൻ 6 months ഓഫ് ദി ക്ലോഷർ ഓഫ് എവറി ഫിനാൻഷ്യൽ ഇയർ ബിഫോർ ദി രജിസ്ട്രാർ കണ്ടെയ്നിങ് ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് നെയിംലി. അതായത് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ, ഫയൽ റിട്ടേൺ ചെയ്യണം ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് 6 മാസം മുന്നെയെങ്കിലും, വിത്തിൻ ദ 6 months ഓഫ് ക്ലോഷർ ഓഫ് എവറി ഒരു 6 മാസത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് 6 മാസത്തിന് ഇടയിലായിട്ട് എല്ലാ ഫയൽസും, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് റിലേറ്റ് ചെയ്തുള്ള എല്ലാ ഫയൽസും റിട്ടേൺ ചെയ്യണം. Before the registrar containing the following particulars namely a comprehensive annual reports of its activities, its audited statement of accounts, പിന്നെ plan for surplus disposal as approved by general body of the cooperative society, list of amendment of bylaws, അതായത് ബൈലോസിൽ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത്, ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഡേറ്റ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഇറ്റ്സ് ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് കണ്ടക്ട് ഇലക്ഷൻസ് വെൻ ഡ്യൂ ഡേറ്റ്, അതായത് ജനറൽ ബോഡി മീറ്റിങ്ങും ഇലക്ഷനും ഒക്കെ വെക്കുന്ന ഡേറ്റുകൾ. പിന്നെ ഇനി അതർ ഇൻഫോർമേഷൻ റിക്വയർഡ് ബൈ ദ രജിസ്ട്രാർ ഇൻ പേഴ്സ്യൻസ് ഓഫ് എനി ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ഓഫ് ദി റൂൾസ്. അതാണ്
അതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന മെയിനായിട്ട് വരുന്ന വേറൊരു പോയിൻ്റാണ് വിജിലൻസ് ഓഫീസർ. ഓക്കെ, അപ്പോൾ ആരാണ് വിജിലൻസ് ഓഫീസർ എന്നൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. വിജിലൻസ് ഓഫീസറുടെ പവറൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വിജിലൻസ് ഓഫീസർ, ദ ഗവൺമെൻറ് ഷാൽ അപ്പോയിൻറ്റ് ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. അതായത് ഗവൺമെൻറ് ആയിരിക്കും ഒരു വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിൻ്റെ അത്ര തന്നെ താഴെ ആയിരിക്കില്ല, അതുക്കൊപ്പം തന്നെ ആയിരിക്കും എന്ന് പറയുന്നത്. വിജിലൻസ് ഓഫീസറുടെ പൊസിഷൻ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. ഓക്കെ, പിന്നെ ദ വിജിലൻസ് ഓഫീസർ ഷാൾ കണ്ടക്ട് ദ എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് വിജിലൻസ് ഓഫീസർക്ക് എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്താനുള്ള, കണ്ടക്ട് ചെയ്യാനുള്ള പവറുണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ. ഓക്കെ, പിന്നെ ദ വിജിലൻസ് ഓഫീസർ ഷാൾ ബി അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാറിൻ്റെ അണ്ടറിലായിരിക്കും നമ്മുടെ വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് വിജിലൻസ് ഓഫീസർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ. ഒരു എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിജിലൻസ് ഓഫീസറാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവരുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദ വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 16(8)(a) ഓഫ് ദി ആക്ട് ഷാൾ ബി അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദി രജിസ്ട്രാർ. അതായത് രജിസ്ട്രാറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലായിരിക്കും ഒരു വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. The headquarters of the vigilance officer shall be the headquarters of the registrar and the staff to assist him will be provided by the registrar. അതായത് നമ്മുടെ വിജിലൻസ് ഓഫീസറുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ആരുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സെയിം ആയിരിക്കും? നമ്മുടെ രജിസ്ട്രാറുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സെയിം ആയിരിക്കും. ആൻഡ് ദ സ്റ്റാഫ് ടു അസിസ്റ്റ് ഹിം വിൽ ബി പ്രൊവൈഡഡ് ബൈ ദി രജിസ്ട്രാർ. ഓക്കെ, പിന്നെ ദ വിജിലൻസ് ഓഫീസർ ഷാൾ ഹാവ് പവർ ടു എൻക്വയർ, ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിപ്പോർട്ട് ടു ദ രജിസ്ട്രാർ ഓൺ എനി മാറ്റേഴ്സ് ഓഫ് കറപ്ഷൻ, മിസ്അപ്രോപ്രിയേഷൻ, ഫ്രോഡ്, മാനിപ്പുലേഷൻ ഓർ ടാമ്പറിംഗ് ഓർ ഡിസ്ട്രക്ഷൻ of records of any other matters as referred to him by the registrar. He shall have powers to call for any of the reports of the society for the conduct of enquiry or investigation. അതായത് ഒരു വിജിലൻസ് ഓഫീസർക്ക് എൻക്വയറി നടത്താനുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ അല്ലെങ്കിൽ എന്നിട്ട് അതിൻ്റെയൊക്കെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതൊക്കെ അവകാശമുണ്ട്. എന്തുമായിട്ട് മാറ്റർ ചെയ്തിട്ട് കറപ്ഷൻ, മിസ്അപ്രോപ്രിയേഷൻ, ഫ്രോഡ്, മാനിപ്പുലേഷൻ ഒക്കെ ആയിട്ട് എന്തെങ്കിലും അവർക്ക് അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറി നടത്താൻ, ഇൻവെസ്റ്റിഗേഷൻ നടത്താനൊക്കെയുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ദ വിജിലൻസ് ഓഫീസർ ഷാൾ ബി റെസ്പോൺസിബിൾ ടു കണ്ടക്ട് എൻക്വയറി. എൻക്വയറി നടത്താനുള്ള ഇതുണ്ട്. സബ്മിറ്റ് ദ എൻക്വയറി റിപ്പോർട്ട് ഇൻ ദി ടൈം ടു ദി രജിസ്ട്രാർ. അതുപോലെ തന്നെ എൻക്വയറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള പവറുണ്ട്. ഓക്കെ, പിന്നെ ദ വിജിലൻസ് ഓഫീസർ ഷാൾ ഹാവ് പവേഴ്സ് ടു ടേക്ക് ഫർദർ ആക്ഷൻ ഓൺ ദി എൻക്വയറി റിപ്പോർട്ട് ആസ് പെർ ദി ഓർഡേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഇതിലൊരു പറയുന്ന പോയിൻ്റാണ് സർചാർജ്. അത് നമുക്ക് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ചെറിയൊരു പോർഷനാണ്, പക്ഷേ എനിക്കതൊന്നുകൂടെ നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനത് എങ്ങനെയൊക്കെ തീർത്തരാം എനിക്കറിയുന്നതാണെങ്കിൽ. ഓക്കെ, പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്